തൽക്കാലം നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. കുറച്ച് ദിവസം നീ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കെ. ബാക്കിയൊക്കെ പിന്നെ. വിഷമിക്കാതെടാ, ഞാനുണ്ട് കൂടെ. ഞങ്ങളുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കെ. അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കാൻ പോവാ ആന്റി. എന്നെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഇനി ജീവിതത്തിൽ വേണ്ട. ജീവിതാവസാനം വരെ സന്തോഷത്തോടുള്ള ഒരു ജീവിതമായിരുന്നു ഞങ്ങൾ ഒന്നിക്കുമ്പോഴുള്ള സ്വപ്നം. ഇപ്പതാ ജീവിതം തന്നെ കൈവിട്ട് പോകുമ്പോലുള്ള അവസ്ഥയില്ല. പിന്നല്ലേ സന്തോഷം. നീ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വ്യക്തമായി ചിന്തിച്ചുറപ്പിച്ചിട്ടാണെന്ന് എനിക്കറിയാം മോളെ. അതുകൊണ്ട് തന്നെ തെറ്റും ശരിയോ ഒന്നും നിന്നെ ഇനി പ്രത്യേകിച്ച് പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ആ ഇസബെല്ലയാ കാര്യങ്ങൾ ഈ അവസ്ഥ വരെ കൊണ്ടെത്തിച്ചത്. നമ്മുടെ വേണ്ടപ്പെട്ടവർ വഴിതെറ്റുമ്പോ അവരുടെ കൂട്ടുകാരെ കുറ്റം പറയുന്ന എന്തിനാ ആന്റി? നന്ദുന്റെ കടമകൾ നന്ദു ഓർത്തിരുന്നെങ്കിൽ ആരുടെയും സ്വാധീനത്തിൽ വീണു പോവായിരുന്നില്ല. ഇനിയിപ്പോ ഇസബെല്ലയും കെവിനെയും ഒന്നും കല്ലെറിഞ്ഞിട്ട് കാര്യവുമില്ല. വിവാഹമോചനത്തിലേക്ക് പോണോന്നാണോ നീ പറയുന്നത്? ആന്റി ആ വാക്ക് പറയാതെ. പണ്ട് മുതലേ എനിക്കത് കേൾക്കുമ്പോ എന്തോ ഒരു പേടിയാ. പരിചയക്കാരിൽ ആരെങ്കിലും ഒക്കെ ഡിവോഴ്സ് ആയിന്ന് കേൾക്കുമ്പോ എനിക്ക് തല കറങ്ങും, സങ്കടം തോന്നും. അവർക്ക് എങ്ങനെ അത് സാധിക്കുന്നു? മോളെ, മോചനം നേടിപ്പോവാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കിപ്പോ വ്യക്തമായിട്ട് മനസ്സിലായി. നിന്റെ അമ്മ, അച്ഛൻ അവരൊക്കെ ഇതെങ്ങനെ സഹിക്കും മോളെ? ഞാൻ സഹിക്കുന്നതിലപ്പുറം ഒന്നും അല്ലല്ലോ ആന്റി അവര് സഹിക്കുന്നത്. നീ സഹിക്കുന്നതിലപ്പുറം തന്നെയാ മോളെ അവരുടെ വേദന. പെൺമക്കളുള്ള അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ സ്വപ്നം മക്കളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വ. അവരെ കൈപിടിച്ചു കൊണ്ടുപോയവരുമൊത്തുള്ള സന്തോഷം നിറഞ്ഞ ജീവിതം. നിനക്ക് നിന്റെ ലോകമുണ്ട്, അതിൽ വിഷമം മറക്കാം. പക്ഷേ അച്ഛനമ്മമാരുടെ ലോകം എന്ന് പറയുന്നത് മക്കളാ. അല്ല, മോളെ ടെൻഷനാക്കാൻ പറഞ്ഞതൊന്നുമല്ല. ഞാൻ മോളെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാ. വഞ്ചിക്കുന്ന ഒരാളുമായി എങ്ങനെ ജീവിക്കാനാ? പക്ഷേ മോളെ, മാധവേട്ടനെയും രാധികയും നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അവരോട് ഞാൻ പറയേണ്ട കാര്യമില്ല ആന്റി, ശാരിക പറഞ്ഞോളൂ. താലി പൊട്ടിപ്പോവെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി അത് സംഭവിക്കാൻ പോകുന്നു.
ശാരിക്ക് എന്താ തോന്നുന്നേ? അത് പറ. ദേവികി നന്ദനായിട്ടുള്ള ഡിവോഴ്സ് നടക്കുമോ? ആ ഡിവോഴ്സ് നടക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നേ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? ആ കേട്ടു. ഞാൻ ആലോചിക്കുകയായിരുന്നു കെവിനേട്ടാ, ഡിവോഴ്സ് വേണമെന്ന് തന്നെയാ ചേച്ചിയുടെ ആഗ്രഹം. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ. അപ്പൊ പിന്നെ വിവാഹമോചനം നടക്കുമല്ലോ. അല്ല, കെവിൻ ചേട്ടന് ചേച്ചിയും നന്ദേട്ടനും തമ്മിൽ ഡിവോഴ്സ് വേണമെന്നാണോ വേണ്ടെന്നാണോ? അല്ല, കുടുംബം വേർപിരിയുക എന്നുള്ളത് വിഷമുണ്ടാക്കുന്നതാണല്ലോ. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ടവളുടെ കുടുംബത്തിലൊരു പ്രശ്നം എനിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ. കെവിൻ ചേട്ടൻ അപ്പം എന്നോട് അത്രയും സ്നേഹമുണ്ടല്ലേ? എന്ത് ചോദ്യം ശാരി ചോദിക്കുന്നേ? ശരിക്കും ദേവിക എൻ്റെ ഏട്ടത്തിയുടെ സ്ഥാനത്തല്ലേ? അതേടാ, ഏട്ടത്തെയും ക്ലാസ്മേറ്റും എല്ലാം ആണ്. എന്നിട്ടല്ലേ ഈ ചതി ചെയ്തേ? ശാരിക, ആ കെവിൻ ചേട്ടന് കിട്ടിയത് എത്ര ഭാഗ്യെന്ന് ചിന്തിക്കുമായിരുന്നു. വിവാഹമോചനം കിട്ടിയ പിന്നെ ദേവികയുടെ പ്ലാൻ എന്താണ്? നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് ചേച്ചിയുടെ കല്യാണം നടത്തണം. ചെറിയ പ്രായമല്ലേ, ഒറ്റയ്ക്ക് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ആ, അതും ശരിയാ. ആ അതിരിക്കട്ടെ, നന്ദേട്ടന്റെ പ്ലാൻ എന്താ? കെവിൻ ചേട്ടന്റെ കൂട്ടുകാരനല്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. നന്ദൻ വേറെ കല്യാണം കഴിക്കും തോന്നുന്നില്ല. ഏയ്, എനിക്ക് പക്ഷെ അങ്ങനെയല്ല തോന്നുന്നേ. ഒരു സംശയ. എന്താ? നന്ദേട്ടൻ ആ ഇസബെല്ലെ കല്യാണം കഴിക്കുമെന്ന്. അല്ല കെവിനേട്ടാ? ഏയ്, അങ്ങനെയൊന്നും നന്ദൻ ചിന്തിക്കില്ല. സത്യം പറയാലോ, അവര് നല്ല പൊളി മാച്ചാ. ഇസബെല്ല നല്ല സ്റ്റൈലിഷ് അല്ലേ? നന്ദേട്ടൻ അതാ ഇഷ്ടാന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചിയാണെങ്കിൽ എല്ലാം ഒരു നാടൻ രീതി. സത്യത്തിൽ എന്റെ ചേച്ചിക്ക് വല്ല അധ്യാപകനെയോ രാഷ്ട്രീയക്കാരോ ഒക്കെ ആയിരിക്കും ചേരുക. ഇസബെല്ല നന്ദേട്ടന് നല്ല മാച്ചായിരിക്കും. എന്താ കെവിൻ ചേട്ടാ, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നന്ദേട്ടന്? എങ്കിൽ പറ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ശരികെ, ഞാൻ വിളിക്കാം. എൻ്റെ ഫോണിൻ്റെ റേഞ്ച് പോകുന്നു. ഇല്ലല്ലോ, എനിക്ക് നന്നായിട്ട് കേൾക്കാമല്ലോ. മറുപടി പറയാൻ പറഞ്ഞോണ്ട് എന്നോട് കള്ളം പറയുവാണോ കെവിനേട്ടാ? അയ്യോ അല്ല, എനിക്കറിയാം കെവിനേട്ടൻ എന്നോട് കള്ളം പറയാൻ പറ്റില്ല എന്ന്. അത്രയ്ക്ക് ഇഷ്ടമല്ലേ എന്നെ? പിന്നല്ലാതെ. അയ്യോ ചേച്ചി. എന്നാ പിന്നെ വെച്ചോ. ശരി ചേച്ചി, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ. ആരെ വിളിച്ചു ഞാൻ ചോദിച്ചില്ല. ഈ രാത്രിയിൽ പുറത്ത് വന്നിട്ട് വേണോ ഫോൺ ചെയ്യാൻ? അല്ല, ഞാൻ സംസാരിച്ചിങ്ങനെ നടന്ന്. തോന്നും, ചിലപ്പോ റോഡിലോട്ട് ഇറങ്ങി നടക്കാനും തോന്നും. ആ തോന്നലൊക്കെ നല്ലതിനല്ല. അകത്ത് കയറിപ്പോ. പോവാൻ. ബെല്ല, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ഉറങ്ങുന്നില്ലേ? മണി എത്രയാന്നാ? ഇനി അവനെ മനസ്സ് വെച്ചുകൊണ്ട് നടന്ന് ഉറക്കം വെറുതെ കളയണ്ട. അവനെ അവൻ്റെ വഴിക്ക് വിട്ടേക്ക്. പാപ്പൻ എന്താ അങ്ങനെ പറയുന്നേ? ദേവി ഇപ്പൊ അവന്റെ പിടിയിലല്ല. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ടൊരു പ്രയോജനം നമുക്ക് ഉണ്ടാവാനും പോകുന്നില്ല. ദേവിയെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയല്ലേ നമ്മളവനെ കെണിയിലാക്കിയത്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അവനെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. ഇടി ദേവിക പോയ ദുഃഖത്തിൽ അവനിപ്പോ വെള്ളത്തിൽ മുങ്ങി നടക്കുന്നെന്നാ കേട്ടത്. തൽക്കാലം എന്റെ മോൾ അവനങ്ങ് മറന്നേക്ക്.
നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാം. പാപ്പൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, നന്ദനെ എനിക്ക് വേണം. അത് കോളേജ് മുതൽ ഞാൻ കൊണ്ടു നടന്ന വാശിയാ, അവളോടുള്ള വാശി. വൈകാതെ തന്നെ നന്ദന്റെയും ദേവികയുടെയും ഡിവോഴ്സ് നടക്കും. പിന്നെ ഒരു ബാധ്യതകളും നന്ദനില്ല. നന്ദനൊത്ത് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് ചെന്ന് ജീവിക്കും. നിനക്ക് തോന്നുന്നുണ്ടോ ദേവിക നന്ദനെ വിട്ടുകളയൊന്ന്? പിന്നെ വിടാതെ. നന്ദനെയും വീട്ടുകാരെയും കളഞ്ഞിട്ടല്ലേ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. കോടതി വഴി നീങ്ങുന്നുണ്ട്. പിന്നെന്തിനാ സംശയിക്കുന്നേ? അവള് വീട്ടിൽ നിന്ന് മാറി കാണും, പക്ഷെ മനസ്സിൽ നിന്ന് നന്ദനെ മാറ്റില്ല. ദേവികയുടെ രീതികളും സ്വഭാവവും മനസ്സിലാക്കിയ ആളെന്ന നിലയ്ക്ക് പറയുക. ഈ അകൽച്ചയൊക്കെ താൽക്കാലികമായിട്ടാ എനിക്ക് തോന്നുന്നത്. നോ, അങ്ങനെ അല്ല പാപ്പ. അവൾ അകന്നത് തന്നെയാ. അതല്ല ഇനി തിരിച്ചു വരാനാ ഉദ്ദേശമെങ്കിൽ ഞാൻ വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? ഇനി ഞങ്ങളാ ജീവിച്ചു തുടങ്ങുന്നേ, ഞാനും നന്ദനും. സിദ്ധു, ഇതുവരെയായിട്ട് നന്ദൻ എത്തിയിട്ടില്ല. അതെനിക്കും അറിയാലോ, ഞാനും കാണുകയല്ലേ. അവൻ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയായിരിക്കും. ഇന്നിപ്പോ അവൻ വന്നില്ലാന്നിരിക്കും. ഭാര്യ പോയില്ലേ, ഇഷ്ടം പോലെ ആവാലോ. അങ്ങനെയൊന്നും പറയാതെ സിദ്ധു, അവൻ ആകെ സങ്കടപ്പെട്ടിരിക്കുക. ദേവികയെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണമെന്ന് അവൻ കരഞ്ഞു പറഞ്ഞു. അതവന്റെ മുതല കണ്ണീരാ. ഇനി അവൻ അധികാരം കാണിക്കാനോ ആളാകാനോ ഇവിടെ ഭാര്യയില്ലല്ലോ, അതിന്റെ സങ്കട. ഒന്ന് നിർത്ത് സിദ്ധു. ഞാനും എല്ലാം കൊണ്ടും തളർന്നു നിൽക്കുക. അതിനിടയ്ക്ക് ഇനി കുറ്റപ്പെടുത്തരുത്. തക്ക സമയത്ത് ചെയ്യേണ്ടത് ചെയ്തിരുന്നെങ്കിൽ തനിക്കിപ്പോ ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു. തെറ്റിന് കൂട്ടുനിന്നിട്ടല്ല അമ്മയുടെ സ്നേഹവും വാത്സല്യം കാണിക്കേണ്ടത്. തെറ്റ് തിരുത്താനുള്ള അവസരം ഒരുക്കിയിട്ട. അതിനപ്പം മക്കൾ കുറച്ച് വിഷമിച്ചെന്നിരിക്കും. പക്ഷേ ഭാവിയിൽ വിഷമം ഉണ്ടാവാതിരിക്കാൻ താൽക്കാലികമായ പ്രയാസം സഹായിക്കും. സിദ്ധു, ഇത് കുറ്റപ്പെടുത്തേണ്ട സമയമല്ല. ഒരു കാര്യം ചെയ്യും, കുറ്റപ്പെടുത്തേണ്ട സമയം ഏതാണെന്ന് തീരുമാനിച്ചിട്ട് പറ. ആ സമയത്ത് കുറ്റപ്പെടുത്ത. കുറ്റം ചെയ്തതല്ല, അതിനെക്കുറിച്ച് പറയുന്നതാണ് കുറ്റം, അല്ലേ? ദേവിക ഇവിടുന്ന് പോയതില് സിദ്ധുവിന് വിഷമമില്ലേ? വിഷമിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു. സാധാരണ പറയുന്ന രീതി തന്നെ പറയാം. ഇനിയൊക്കെ വിധി പോലെ. ചേച്ചി, ചേച്ചി ബോൾഡായിട്ട് എന്നെ കാര്യങ്ങൾ ചെയ്തു. ചേച്ചിയുടെ വ്യക്തിത്വം അടിയറ വയ്ക്കാതെ ധൈര്യമായിട്ട് ഇറങ്ങി വന്നു. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ? എന്താ ശരി? ചേച്ചി സത്യം പറയണം. ചേച്ചിക്ക് വിഷമമില്ലേ? ഞാൻ സത്യം പറയാം. എനിക്കിപ്പോ വിഷമമല്ല, പേടിയാ. ആ പേടി നിന്നെ ഓർത്തിട്ടാ. പ്രണയത്തിന്റെ പേരിൽ എല്ലാവരും വേദനിപ്പിച്ച് ഇറങ്ങിപ്പോയവളാ ഞാൻ. ഇപ്പോ എന്റെ അവസ്ഥ കണ്ടില്ലേ? നിനക്കും അങ്ങനെ ഒരു വിധി ഉണ്ടാവൂന്നുള്ള പേടിയാ എനിക്കിപ്പോ.
എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടി വേണ്ട ചേച്ചി. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞിരുന്നത്. ലോകത്ത് ആരൊക്കെ കൈവിട്ട് പോയാലും സ്നേഹിച്ച ആള് കൂടെ ഉണ്ടാവുമെന്ന് കരുതി. പക്ഷെ ഇപ്പോഴാ ഓരോന്നും തിരിച്ചറിയുന്നത്. അതോർത്ത് കരഞ്ഞിരിക്കാനൊന്നും എനിക്ക് മനസ്സില്ല. പക്ഷെ മോളെ, നീ ശ്രദ്ധിക്കണം. അമ്മയും അച്ഛനും എന്റെ കാര്യത്തിൽ നന്നായി വിഷമിക്കുന്നുണ്ട്. നമ്മൾ എത്ര ബോൾഡാണെന്നും നമുക്ക് വിഷമമില്ലെന്നൊക്കെ പറഞ്ഞാലും പറയുമ്പോൾ എളുപ്പമല്ല സഹിക്കാൻ. എനിക്കറിയാം, ഞാനൊന്ന് താണു കൊടുത്തിട്ടായാലും ഒക്കെ ഒന്ന് നേരെയായാൽ മതിയെന്നായിരിക്കും അമ്മയുടെ ഉള്ളില്. അച്ഛനും വിഷമിക്കായിരിക്കും. അതുകൊണ്ടാ പറയുന്നേ, നീയും അവരെ സങ്കടപ്പെടുത്തരുത്. എനിക്കറിയാം ചേച്ചി. എന്നാ മോള് പറ, ഇഷ്ടപ്പെടുന്ന ആൾ ആരാ? ഞാൻ സമയമാകുമ്പോ പറയാം ചേച്ചി. നീ എന്താ വ്യക്തമായിട്ടൊരു മറുപടി തരാത്തെ? അടുത്തുള്ള ആളാണോ? അയാള് എന്ത് ചെയ്യാ? സ്വന്തമായിട്ട് വരുമാനം ഉണ്ടോ? ഒന്ന് പറ ശാരി. ചേച്ചി, ദയവായി എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കരുത്. ഒക്കെ ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ. ശരി, നീ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞാനെന്ത് പറയാനാ? നിനക്ക് സൗകര്യപ്പെടുമ്പോ പറഞ്ഞാ മതി. എടി ചേച്ചി പെണ്ണെ, എന്റെ കാര്യത്തിൽ നിനക്ക് സംഭവിച്ചതുപോലെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നവൻ എത്ര കൊമ്പത്തെ ആളാണെങ്കിലും വൃത്തികേട് കാണിച്ചാൽ അവന്റെ ചെപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കും. പിന്നെ ശാരികയെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ. ചേച്ചിയെ പോലെ സ്നേഹം, കരുണ, സഹതാപം ഒക്കെയുണ്ട്. പക്ഷെ എന്റെ ചേച്ചിയും കുടുംബത്തെയും നശിപ്പിക്കാനായി കൂടെ കൂടിയിരിക്കുന്നവരൊക്കെ അനുഭവിക്കും. നീ ആരെപ്പറ്റി ഈ പറയുന്നേ? അത് വിട്, അതൊക്കെ വഴിയേ അറിയും. ചേച്ചി പറഞ്ഞ പോലെ മ്യൂച്വൽ ഡൈവേഴ്സിലൂടെയാ കാര്യങ്ങൾ പോകുന്നതല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പം തീരുമല്ലോ. ആരാ വിളിക്കുന്നേ? എടാ, അമ്മ വിളിക്കുന്നു. എടുക്കണ്ട. എടാ, അമ്മ വിളിച്ചാൽ എടുക്കാതിരിക്കാൻ പറ്റില്ലടാ. പാവം, എനിക്ക് വേണ്ടി പഴിയാക്കുന്ന എന്റെ അമ്മയാ. എടാ, ഈ കണ്ടീഷനിൽ നീ സംസാരിച്ചാൽ ശരിയാവില്ല. നീ എടുക്കണ്ട. എടാ, ഫോൺ ചെയ്താടാ. ഞാൻ അമ്മയോട് സംസാരിക്കട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കട്ടായി. നീ ഇപ്പൊ സംസാരിക്കണ്ട, രാവിലെ വിളിക്കാം. ഏയ്, പറ്റില്ല. എന്നെ മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ എന്റെ അമ്മയാ.
നീ എന്റെ ഫോണാന്നേ എടാ, എടാ, ഫോണാ എടാ. നന്ദ നീ എവിടെയാ? ഞാൻ നേരത്തെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്താ? സോറി അമ്മേ, എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു, അതാ. നിന്റെ ശബ്ദം എന്താ ക്ലിയർ ആവാത്തെ? നീ എവിടെയാ? അമ്മേ, എന്റെ ശബ്ദമൊക്കെ ക്ലിയറാ. ഞാൻ കെവിന്റെ കൂടെയാ. സമയം ഇത്രയും ആയി, നീ വീട്ടിൽ വാ. അമ്മേ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. നന്ദ പറയുന്നത് അനുസരിക്ക്. നോക്ക്, 1000 പ്രശ്നങ്ങളുടെ നടുവിലാ നീ. എനിക്ക് മനസ്സിലായി നീ കുടിച്ചിട്ടാ എന്നോട് സംസാരിക്കുന്നത്. അമ്മേ പ്ലീസ്, അമ്മേനെ വഴക്ക് പറയരുത്. അമ്മയാണിപ്പോ എന്റെ ഒരേ ഒരു ശക്തി. അമ്മയുടെ സ്നേഹം മാത്രമേ എനിക്കിപ്പോ ലോകത്ത് ബാക്കിയുള്ളൂ. അതുകൂടി ഇല്ലാതായ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചു കളയും.